നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാച്ച് കാണാനുള്ള പുറപ്പാടിലാണ്. രാജീവ്, നമ്മൾ ജയിക്കുമോ? ജയിക്കും. ഇപ്പൊ നമ്മൾ ഇടിച്ച് ഇവിടെ പോസ്റ്റിന്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളി കാണാൻ പോവാണ്. ഞങ്ങൾ വഴിയിലുള്ള ബ്ലോക്കും ബാക്കിയുള്ള ഫാൻസിന്റെ കാര്യമൊക്കെ ഞങ്ങൾക്ക് നിങ്ങളെ വീഡിയോയിൽ അറിയിക്കാം. ഓക്കെ, ബൈ. നമ്മൾ ഹൈവേ കൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ അധികം ബ്ലോക്കൊന്നുമില്ല. സോ വി ആർ ഗോയിങ് ടുവേർഡ്സ് our Kerala Blasters home ground, which is Kochi-Kalada Stadium. So till then, bye bye. So നമ്മൾ ഫസ്റ്റ് ഫാൻസിനെ കണ്ടു തുടങ്ങി. സോ നിങ്ങൾക്ക് ബ്ലോക്ക് കാണാം, എന്തോരം ബ്ലോക്കാണെന്ന് കാണാം. നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാച്ച് കാണാൻ വേണ്ടി. ഇതല്ല നേരെ വയ്ക്കും. അടിക്കാൻ പറ്റില്ലടാ. ഇവിടെയാണെന്ന് എനിക്ക് ബലമായൊരു അതല്ല ഇതല്ല. ബ്ലാസ്റ്റേഴ്സിന്റെ കടുത്ത ആരാധകന്റെ കാറാണെന്ന് തോന്നുന്നു. കാണുന്നില്ല നിങ്ങൾ? പോകണ്ട, അപ്പുറത്തെ വഴിയായിരുന്നു എനിക്ക് പോകേണ്ടത്. So we are almost there near the stadium. As you can hear the sound, we have taken the shortcut way to the stadium. നമ്മളെത്തി. ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യാം. ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യണോ? സി എവിടെയാണെങ്കിലും ഇവിടെ ഉണ്ടോ? സി ഒക്കെ നമുക്ക് നോക്കാം. ഇപ്പം അത് സി അല്ലല്ലോ ഇപ്പം. ഞാൻ വണ്ടി പാർക്ക് ചെയ്യാൻ അറിയില്ല. എടാ ഇത് മഞ്ഞപ്പടിയാടോ, മഞ്ഞപ്പടിയായി നിൽക്കണത്. ആ ആയിരിക്കും. സ്റ്റേഡിയത്തിൻ്റെ ചുറ്റും പോയിക്കൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ടു സീ. ഇത് ആക്ച്വലി നമ്മൾ ടൈം ഇപ്പം 4:30 ആയിട്ടുള്ളൂ. 4:30ക്കാണ് നമ്മൾ തിരക്ക് കാണുന്നത്. സ്റ്റേഡിയം തുറന്നിട്ട് പോലുമില്ല, എന്നാലും ആൾക്കാർ ഇവിടെ ക്യൂവിൽ വെയിറ്റിങ്ങിലാണ്. അപ്പൊ നിങ്ങളെല്ലാവരും അടുത്ത ബ്ലാസ്റ്റേഴ്സിന്റെ ഫാനാണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ ഇന്നത്തെ വിജയം എങ്ങനെയായിരിക്കും? ഓക്കെ, നിങ്ങൾ എവിടെ നിന്ന് വരുന്നത്? ഇപ്പോ നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് വേണ്ടി ഒരു ചീറിയത് ഒന്ന് ചീറിയത് ബ്ലാസ്റ്റേഴ്സ് വേണ്ടി.
നമ്മുടെ സ്ഥിരം ചാനലിലെ വ്യൂവറും കമന്ററുമായ സബ്സ്ക്രൈബറുമായ അജയുടെ അടുപ്പാണ് നിൽക്കുന്നത്. അജയ് ഫ്രം ട്രിവാൻഡ്രം എന്നുള്ളൊരു കടുത്ത ആരാധനയാണ്. കളി കാണാൻ വേണ്ടി അവിടുന്ന് ഫ്ലൈറ്റ് വരെ പിടിച്ചു വന്നു എന്നുള്ള രീതിയാണ്. ഓക്കെ, നമുക്ക് ചോദിക്കാം അജയോട്. അജയ്, ഇൻട്രൊഡ്യൂസ് യുവർസെൽഫ്. എൻ്റെ പേര് അജയ്. ഞാൻ ജേർണലിസം ചെയ്യുന്നു. പ്രസ് ക്ലബിലാണ് ജേർണലിസം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ വീഡിയോസ് ഗോഡ്സ് ആൻഡ് ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാ വീഡിയോസും ഇതുവരെ കണ്ടിട്ടുണ്ട്. റിവ്യൂസ് എല്ലാം കാണാറുണ്ട്. ഇതുപോലെ ഒരു ഫാൻ ചാനൽ വേണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു ഫാൻസിൽ ഒരാളാണ്. അപ്പോൾ സ്ഥിരം ഫാൻസിൻ്റെ വീഡിയോസ് എല്ലാം കാണാറുണ്ട്. അപ്പോൾ ഈ ഒരു വൈബ് ശരിക്കും എൻജോയ് ചെയ്യാൻ വേണ്ടി ആദ്യമായിട്ടാണ്, ഫസ്റ്റ് ടൈമാണ്. ഞാൻ ഫസ്റ്റ് സീസണിലെ വരണമെന്ന് വിചാരിച്ചാൽ നടന്നില്ല. ഇപ്പോൾ ഈ തേർഡ് സീസണിൽ ഇവിടെ വന്ന് ഈ വൈബ് ഒരു അനുഭവിച്ചപ്പോൾ ആ ഒരു ത്രില്ലാണ് ഇപ്പോൾ. ഓക്കെ അജയ്, അപ്പോൾ ഇന്നത്തെ കളിയുടെ നമ്മുടെ എങ്ങനെയായിരിക്കും റിസൾട്ട്? എങ്ങനെയായിരിക്കും ഇന്നത്തെ കേൾക്കാൻ പറ്റുന്നില്ല. സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെയാണെന്നുള്ളതിന് ഒരു കൺസേൺ ഉണ്ട്. ഇനിയിപ്പോൾ പ്രദീപ് ചൗധരി സ്റ്റാർട്ട് ചെയ്യുമോ? പ്രദീപ് ചൗധരി ഉണ്ടാവാൻ സാധ്യത എന്നാണ് പറഞ്ഞത്. ഉണ്ടാവരുത് പകരം എനിക്ക് തോന്നുന്നു ജോസ് വരാൻ സാധ്യതയുണ്ട് ഇന്ന്. അപ്പോൾ നമുക്ക് ക്രിയേറ്റിവിറ്റി നമുക്ക് കുറച്ചുകൂടെ വേണമെന്ന് തോന്നുന്നു. കഴിഞ്ഞ അവിടുത്തെ മാച്ച് കണ്ടിട്ട് എനിക്കൊന്ന് ഒരു പേസ് ചോപ്ര ഉണ്ടാവും. ഫസ്റ്റ് ലെവലിൽ ചോപ്ര ഉണ്ടാവും. പൊപ്പുട്ടുമായിരിക്കും കളിക്കുന്നത്. ഡിഫോ ഫോർമേഷൻ ആയിരിക്കും ചിലപ്പോൾ. പിന്നെ നമുക്ക് നമ്മുടെ സപ്പോർട്ട് എനിക്ക് തോന്നുന്നു അറ്റൻസ് അറൗണ്ട് എന്തായാലും 60,000 എബോ എന്തായാലും ഉണ്ടാവും. 60,000 കഴിഞ്ഞ കൊല്ലം IS 67,132 വരെ ഉണ്ടായിരുന്നു കഴിഞ്ഞ സീസണിൽ അറ്റൻഡൻസ്. കാരണം ഇവിടെ കപ്പാസിറ്റി ഏകദേശം ഒരു 65 വരെ കപ്പാസിറ്റി പറയുന്നുള്ളൂ മാക്സിമം. എന്നിട്ടും 67 എന്ന് പറയുമ്പോൾ അതൊരു വലിയ കാര്യമാണ്. 70,000 പേരുണ്ടെങ്കിലും ഉണ്ടാവും നമുക്ക് തോന്നാം. ഞാൻ ശരിക്കും ചെന്നൈയുടെ മാച്ചാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് അഭിഷേക് ബച്ചനെ കാണാൻ. അഭിഷേക് ബച്ചൻ ബി കെയർഫുൾ. അപ്പോൾ എന്തായാലും ഇന്ന് മാച്ച് കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയാൻ അറിയില്ല. എങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെയാണെന്ന് അറിയില്ല. അവരുടെ എനിക്കൊന്ന് കുറെ കൂടെ സ്ട്രോങ് ആണ്. അത്ലറ്റിക്കോ കഴിഞ്ഞ മാച്ച് ഞാൻ കണ്ടിരുന്നു. ഹ്യൂമേട്ടൻ വരുന്നുണ്ട്. സോ നോക്കാം. ഓക്കെ, അപ്പോൾ ശരി. ഓക്കെ, മാച്ച് ഓക്കെ. So we are going